പിടിച്ചിരിക്കുന്നു. ഇത്തവണ എത്രത്തോളം നിർണായകമാണ്? ഇതാണ് ഏറ്റവും നിർണായകം. സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ് സ്റ്റേറ്റിൽ. LDF ഇല്ലാതെ ഒരു പണി നടക്കില്ല. അല്ലെങ്കിൽ നാട് നശിഞ്ഞു പോകും. അത്രോ പറയാനുള്ളതിന്. ഓക്കെ, നിങ്ങൾ എന്നെ കൊല്ലാൻ വരല്ലേ, ദൈവത്തോർത്ത് ഞാൻ എങ്ങനെയും ജീവിച്ചോട്ടെ. പക്ഷെ ഇത് ഭയങ്കര നിർണായകമാണ്. LDF മാത്രമേ ഉള്ളൂ. LDF ഇല്ലാതെ ഈ ലോകം ഉണ്ടാവില്ല, ഈ നാട് ഉണ്ടാവില്ല. ഐ എം ടെലിംഗ് യു, ഐ എം ഡ്രങ്ക് ബട്ട് ഐ എം ടെലിംഗ് യു, വിത്തൗട്ട് LDF പറ്റില്ല കേരളത്തിന്. അല്ലെങ്കിൽ ഈ നാട് കത്തിച്ചു കളയും പല ആൾക്കാരും. അതാണ്. പ്ലീസ് എന്നൊന്ന് വിട്, എങ്ങനെയും ജീവിച്ചോട്ടെ, കാല് പിടിക്കാം. അധികാരമില്ലാത്ത ബംഗാളിൽ ഇന്ന് പലയിടത്തും കേരളത്തില് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പാർട്ടി മറ്റേ LDF ഇല്ലാണ്ടായി പോകും. അതായത് CPM ഇല്ലാതെയായി പോകും. അവരെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടിയിട്ടുള്ള LDF. ഇപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഏത് പാർട്ടിയിലേക്കും പോവാം. CPMന് അങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ BJPയുടെ കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ, CPMൻ്റെ അവസ്ഥ ബംഗാളിൽ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. അത് അവിടുത്തെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അവിടെ ചെന്നതിന് ശേഷം അവർ പറയുന്നൊരു കഥയാണത്. കഥയല്ല, ഒറിജിനൽ സംഭവം. ഇന്ന് ബംഗാളിൽ CPMൻ്റെ അവസ്ഥ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നമുക്ക്. നിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായിരിക്കും അധികാരത്തിൽ നിന്നൊക്കെ തൂത്തെറിയപ്പെട്ടാൽ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ള ചോദ്യത്തിനെ പറ്റിയൊക്കെ തന്നെയുള്ള വലിയ ചർച്ചകൾ, അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ബംഗാളിലെ അവസ്ഥയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കാറ്. ഏതായാലും ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി വെറും 9 ദിവസം മാത്രമാണ് പശ്ചിമ ബംഗാളിൽ ബാക്കിയുള്ളത്. ആ സമയത്ത് ഈ സംസ്ഥാനത്തെ 34 വർഷം 1977 മുതൽ 2000 വരെ ജ്യോതി ബസുവും അതിനുശേഷം 2000 മുതൽ 2011 വരെ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഭരിച്ച ഏറ്റവും അധികം കാലം പാർട്ടി CPM ഭരിച്ച ഈ പശ്ചിമ ബംഗാളിലെ സംസ്ഥാന ഓഫീസിന്റെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. മുസഫർ അഹമ്മദ് ഭവൻ 1981 രൂപീകരിച്ചതാണ്. ഒരുപാട് നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടന്ന മുസഫർ അഹമ്മദ് ഭവനിൽ പക്ഷേ ആളും ആരവവും ഇല്ലാത്ത അവസ്ഥയാണ്. കാര്യപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഈ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. കാര്യപ്പെട്ട നേതാക്കൾ എത്തിയിട്ടില്ല. ഓഫീസിലേക്ക് ആളുകൾ വന്ന് അവരോട് മറ്റ് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നേതാക്കളുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുറത്താണ് എന്ന് പറയുന്നു. നോർത്ത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് അലിമുദ്ദീൻ സ്ട്രീറ്റിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പാർട്ടി ഓഫീസിന്റെ മുൻഭാഗം നോക്കുമ്പോൾ തന്നെ കാണാം പഴയ ചില പോസ്റ്ററുകളും ചില വാഹനങ്ങളുമല്ലാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുമുള്ള ആവേശമോ അണികളുടെ വരവോ പോക്കോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സംസ്ഥാനത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ നിരന്തരം ഈ 9-ാം തീയതി വരെ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ എത്രത്തോളം ആവേശകരമായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ബൈറ്റ് തരാൻ പോലും ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്, ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഫുൾ ടൈമേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല. അവരാരും സംസാരിക്കാനും തയ്യാറല്ല. ഇത്തവണ 152 സീറ്റിലാണ്, ആകെ 294 സീറ്റിൽ 152 സീറ്റിൽ CPM മത്സരിക്കുന്നുണ്ട്. ഇത്തവണയും ലെഫ്റ്റ് ഫ്രണ്ട് തന്നെ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. CPM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്, ISF അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള പാർട്ടികളുടെ മുന്നണിയാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. 2011 അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പോലും 29.58% വോട്ട് ഷെയറോടുകൂടി CPM വലിയ ശക്തിയായിരുന്നു. പക്ഷേ പിന്നീട് 2016 എത്തിയപ്പോൾ അത് 19.75% കുറഞ്ഞു. അപ്പോഴും സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2021 5% താഴേക്ക് പാർട്ടി വീണപ്പോൾ 4.71% വോട്ടോടുകൂടി കാര്യപ്പെട്ട എല്ലാ ശക്തി കേന്ദ്രങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ്. പക്ഷേ ഇത്തവണ ആളുകളും അതുപോലെ തന്നെ നേതാക്കളും പ്രതീക്ഷ വയ്ക്കുന്നത് 2-3 സീറ്റെങ്കിലും കിട്ടുമെന്നാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് സലീം അടക്കം പല മേഖലകളിലായിട്ട് റാലികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ജാദവ്പൂരായിരുന്നു ഒരു കാലത്ത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം. അതടക്കം കഴിഞ്ഞ തവണ പോയപ്പോൾ ഇത്തവണ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് കാര്യപ്പെട്ട നേതാക്കളൊക്കെ പ്രചരണത്തിന് വരുന്നുണ്ട്. MA ബേബി ഒരു തവണ ഇപ്പൊ പ്രചാരണത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നു, ഇനിയും വരുമെന്ന് പറയുന്നു. പിണറായി വിജയൻ ഇവിടെ പ്രചാരണത്തിനൊക്കെ എത്തുമോ എന്ന് ചോദിച്ചു
ചോദിച്ചപ്പോൾ ഓഫീസിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് സാധ്യതയില്ല എന്നുള്ളതാണ്. ഏതായാലും ആളും ആരവവും ഒഴിഞ്ഞ ഒരു പാർട്ടി ആസ്ഥാനം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ചലനങ്ങളൊന്നുമില്ല, ബോർഡുകളും ഫ്ലക്സുകളും കാണാനില്ല. പക്ഷേ പ്രതീക്ഷ ആളുകൾ കൈവിടുന്നില്ല, പ്രവർത്തകർ കൈവിടുന്നില്ല. വൈശാഖാണ് വിവരങ്ങൾ നൽകിയത്. CPM-നെ കടന്നാക്രമിച്ച ബംഗാളിലെ അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ? ബംഗാളിലെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടിയാണ് വൈശാഖ് കാണിച്ചു തന്നത്. പാർട്ടി ഓഫീസിൽ ഒരു നേതാവിനെ പോലും കാണാനില്ല. വൈശാഖ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പാണ്. 11 ദിവസത്തിനപ്പുറം ആദ്യഘട്ടം വിധി എഴുതുകയാണ് ബംഗാൾ. അപ്പോഴാണ് ഏതാണ്ട് 34 വർഷത്തോളം CPM ഭരിച്ച സംസ്ഥാനമാണ്. അവിടെ നിയമസഭയിൽ പോലും ഒരു അംഗമില്ല. അത്രത്തോളം ക്ഷയിച്ച നിലയിലാണ് പാർട്ടി അവിടെയുള്ളത്. അവിടെ പാർട്ടി ഓഫീസിലെ സാഹചര്യം എന്താണെന്നാണ് വൈശാഖ് വിശദീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ ആകെ സീറ്റുകൾ 294 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. തൃണമൂൽ കോൺഗ്രസ് 215, BJP 77, ഗുർഗ ജനമുക്തി മോർച്ച 1, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് 1. CPM-നോ കോൺഗ്രസിനോ ഒരു സീറ്റ് പോലും നേടാനായിരുന്നില്ല കഴിഞ്ഞ തവണ. വൈശാഖ് ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച് നിർത്തിയതുപോലെ അങ്ങനെ ഒരൊറ്റ സീറ്റില്ലാത്ത ഇടത്ത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളൊന്നും ഇതൊന്നും അറിയുന്നില്ലല്ലോ.